പഞ്ചസാര നമ്മുടെ ശരീരത്തിന് ഒരാവശ്യമില്ലാത്തതും എന്നാൽ ഹൈലി അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പഞ്ചസാര അഡിക്ഷൻ ഉണ്ടാക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഇത് കഴിക്കുമ്പം പെട്ടെന്നൊരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ സ്പൈക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു ഉന്മാദം അല്ലെങ്കിൽ ഒരു പ്ലഷർ തരുന്നുണ്ട് നമുക്ക്. ഈ പ്ലഷറിനോടാണ് നമുക്ക് എന്താ പറയുക അഡിക്ഷൻ ഉണ്ടാകുന്നത്. ഈ പ്ലഷർ എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന പല കെമിക്കൽ മെസ്സഞ്ചേഴ്സും ഉണ്ട്, ഹോർമോൺസ് എന്ന് പറയും. അതായത് നമ്മളെ സെറോട്ടോണിൻ, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, പിന്നെ കോർട്ടിസോൾ, ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ പല നമ്മുടെ മൂഡ്സിനെയും ഇതിനൊക്കെ ബാധിക്കുന്ന പല കെമിക്കൽ മെസ്സഞ്ചേഴ്സ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷനും നമുക്ക് ഒരു എന്താ പറയുക ഉന്മേഷവും പ്ലഷറും ഒക്കെ തരുന്നൊരു സബ്സ്റ്റൻസാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പഞ്ചസാര കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പൈക്കിൽ നമുക്ക് ഈ ഡോപ്പമിൻ്റെ ഒരു ഹിറ്റ് വല്ലാണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിൽ ഒരു റിവാർഡ് സെൻറ്റർ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. അതായത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു പ്ലഷർ തരുന്നൊരു കാര്യം. അപ്പോൾ ഈ പഞ്ചസാര കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഈ സെയിം ഡോപ്പമിൻ ഹിറ്റിൻ്റെ ഒരു സുഖത്തിലാണ് നമ്മൾ ഇതെന്നും കൺസ്യൂം ചെയ്യാനുള്ളൊരു പ്രവണത നമുക്കുള്ളത്. ഈ കൊക്കൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാരകമായിട്ടുള്ള ഡ്രഗിനെ കുറിച്ച് ആൾക്കാരുണ്ട്. ഈ കൊക്കൈനും ഇതിനുള്ളതിൻ്റെ അതായത് പഞ്ചസാരക്കുള്ളതിൻ്റെ എത്രയോ 10 മടങ്ങ് ഡോപ്പമിൻ ഹിറ്റാണ് നമുക്ക് ബ്രെയിനിൽ കിട്ടുന്നത് ഇത് യൂസ് ചെയ്യുമ്പോൾ. ആ ഒരു ഉന്മാദത്തിനോടാണ് നമുക്ക് അഡിക്ഷൻ ഉണ്ടാകുന്നത്. അതെന്നും നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് ഈ പഞ്ചസാര എന്നും കിട്ടുന്നത്. പക്ഷേ ഇതൊരു ഇല്ലീഗൽ ഡ്രഗൊന്നും അല്ലാത്തതുകൊണ്ട് ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ കുട്ടികളൊക്കെ അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സിലും അവരുടെ പ്രൊഡക്ട്സിലൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്ട്സിലൊക്കെ പല മാർക്കറ്റിംഗ് കമ്പനികളും പറയുന്ന ടോയ്സൊക്കെ കൊടുക്കാറുണ്ട് ഗിഫ്റ്റായിട്ട്. അപ്പം ബേസിക്കലി ഇതും എന്താണ് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന കമ്പനികളുടെയൊക്കെ ടോപ്പിലിരിക്കുന്ന കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവർ അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ പറയുന്ന ചോക്ലേറ്റ്സ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന ഈ പറയുന്ന സെയിം ഡോപ്പമിൻ ഹിറ്റും ആ ഒരു പ്ലഷറും അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള ടോയ്സ് കിട്ടുക, ഇതൊക്കെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സ്ലോ പോയിസൺ കൂടിയാണ് ഈ പറയുന്ന കാര്യം. നമുക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ വളരെ വേണ്ടാത്തൊരു കാര്യമാണ്. സോ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ലിമിറ്റ് ചെയ്യാൻ നോക്കുക.